إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന രൂപത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിക ലോകത്തെ ശ്രദ്ധേയമായ 3 സംഭവങ്ങൾ നടന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണാൻ സാധിക്കുമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം, അതേപോലെ പ്രവാചകന്റെ വിയോഗമുണ്ടായത്, മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയത്, പ്രവാചകന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ സംഭവിച്ച ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. അതിൽ പ്രവാചകന്റെ ജനനത്തെ സംബന്ധിച്ച് റബീഉൽ അവ്വൽ അല്ല എന്ന വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയും നടന്നത് റബീഉൽ അവ്വലിലാണ് എന്ന കാര്യത്തിൽ ഇസ്ലാമിക ലോകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂമിയിൽ ഒരു നഷ്ടമുണ്ടെങ്കിൽ, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരിതമുണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ, അവർക്ക് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രവാചകന്റെ വിയോഗത്തെക്കാളും വലിയ ഒരു വേദന ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇദാ ഉസീബ അഹദുക്കും ബി മുസീബത്തിൻ, നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു ദുരിതം ബാധിച്ചാൽ, ഒരു പ്രയാസം ബാധിച്ചാൽ, ആ സമയം നിങ്ങൾ ഓർക്കേണ്ടത് മുസീബത്ത് ഹുബി, എന്റെ മരണമെന്ന ആ ദുരിതത്തെ ആ ഒരു പ്രയാസത്തെ കുറിച്ചായിരിക്കും. കാരണം ഫഇന്നഹാ അഅ്ലമുൽ മസാഇബ്, വേദനകളിൽ, പ്രയാസങ്ങളിൽ ഏറ്റവും വലിയ വേദനയും പ്രയാസവും എന്ന് പറയുന്നത് എന്റെ മരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ് മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ കാലഘട്ടത്തിലെ ചരിത്രത്തിലെ തീരാ വേദനയും ദുഃഖവും എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനകൾ പ്രവാചകൻ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ തന്നെ സ്വഹാബത്തിന് നൽകി വന്നിരുന്നു. വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുമ്പോൾ
പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ കണ്ടുമുട്ടലാണ്. നീ തിരിച്ചു വരുന്നത് ഒരുപക്ഷെ എന്റെ ഖബറിന്റെ സമീപത്തു കൂടിയായിരിക്കും എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹജ്ജത്തുൽ വദാഇലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഈ വർഷത്തെ ഹജ്ജിന് ശേഷം നമ്മൾ ഇനി കണ്ടുമുട്ടണമെന്നില്ല. പ്രവാചകന്റെ വിയോഗത്തെക്കുറിച്ചുള്ള സൂചനകൾ സ്വഹാബികൾക്ക് റസൂലുള്ളാഹി നേരത്തെ തന്നെ നൽകിയിരുന്നു. വിശുദ്ധ ഖുർആനിലെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് മദീനത്തെ പള്ളിയിൽ പ്രവാചകൻ തിരുമേനി ഈ അധ്യായം ഓതുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഏങ്ങലടിച്ചുള്ള കരച്ചിൽ കണ്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ഇസ്ലാമിന്റെ വിജയവും ഇസ്ലാമിന്റെ വിജയം പൂർത്തീകരിക്കപ്പെട്ട സന്തോഷം അനുഭവിക്കേണ്ട ഈ സന്ദർഭത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ആ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഫതഹിന് ശേഷം ഒരു കാര്യം പൂർണ്ണതയിലെത്തിയാൽ പിന്നീട് കുറവാണ്, അതിൽ ചുരുങ്ങി വരും. പ്രവാചകന്റെ മരണത്തെക്കുറിച്ചുള്ള സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാചകങ്ങളിലൂടെ നൽകുന്നത് എന്ന് സ്വഹാബത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. മക്കയിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് ശേഷം മദീനയിലേക്ക് തിരിച്ചു വന്നു. ബദറിലും ഉഹദിലും ഒക്കെ മറമാടപ്പെട്ട സ്വഹാബത്തിന്റെ കബറിടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തന്റെ ജീവിതത്തിൽ അവസാനത്തെ റമളാൻ, സാധാരണ റമളാനിൽ ഒരു പ്രാവശ്യം പ്രവാചകന്റെ ഹിഫ്ദ് ജിബ്രീൽ പരിശോധിക്കുമായിരുന്നു. ആ വർഷം 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിഫ്ദ് ജിബ്രീൽ പരിശോധിക്കും. സാധാരണ 10 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുന്നത്. തന്റെ അവസാനത്തെ റമളാനിൽ 20 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുന്നത്. മരണത്തെക്കുറിച്ച് സൂചനകളുള്ള പ്രവാചകന്റെ ജീവിതം ആരാധനകളുമായി ദീനുമായി ഏറ്റവും കൂടുതൽ അടുക്കുമായിരുന്നു. അതിന്റെ അടയാളങ്ങളില്ലാത്ത സൂചനകളില്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകണമെന്നാണ് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ട പാഠം എന്ന് പറയുന്നത്. ഏത് സമയത്താണ് നമുക്ക് തിരിച്ചു പോകേണ്ടി വരിക? ആഘോഷത്തിന്റെ തിമിർപ്പുകളിൽ നിൽക്കുമ്പോൾ വീണ് മരിച്ചു പോകുന്ന മനുഷ്യരുടെ വാർത്തകൾ ദിവസങ്ങളിൽ എത്രയാണ് നമ്മൾ വായിച്ചത്? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ആഘോഷത്തിമിർപ്പുകളിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ വേദിയിൽ അങ്ങ് കുഴിഞ്ഞു വീണ് മരിക്കുന്നത് നേരെ കണ്ടവരാണ് നമ്മൾ. അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് സമാനമായ എത്രയോ വാർത്തകളാണ് നമുക്കിടയിലൂടെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വർഷം 20 ദിവസം ഇഅ്തികാഫിരിക്കുന്നു. ഖുർആൻ 2 തവണ ജിബ്രീലിന് ഓതിക്കൊടുക്കുന്നു. ഖബർസ്ഥാനികൾ പ്രവാചകൻ സന്ദർശിക്കുന്നു. അള്ളാഹുവിലേക്കുള്ള ആരാധനകളുമായി ആ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കുന്നു. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകണമെന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കുമ്പോൾ ഒന്നാമതായി നമുക്കുണ്ടാകേണ്ട പാഠം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് രോഗിയായ അവസാന ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചുകൂട്ടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി സ്വഹാബികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് മരണത്തിന് 5 ദിവസങ്ങൾക്ക് മുമ്പാണ്. മദീനത്തെ പള്ളി മിമ്പറിൽ പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും അത് സഹിച്ചുകൊണ്ട് ആ പള്ളി മിമ്പറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ഒരുപാട് സുന്ദരമായ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, മദീനയുടെയും ലോകത്തിന്റെയും നാഗരിക ചരിത്രങ്ങളെ തിരുത്തിക്കുറിച്ച മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് അന്ന് കഴിഞ്ഞില്ല. പ്രവാചകൻ ഇരുന്നു കൊണ്ടാണ് ആ പ്രസംഗം അദ്ദേഹം നിർവഹിക്കുന്നത്. ജലസ അലാ മിമ്പരിൻ, പ്രവാചകൻ ആ പള്ളിയിൽ ഇരുന്നു. എന്നിട്ട് ആ പള്ളി മെമ്പറിൽ ഇരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുഅ്തിയഹു മിൻ സഹറത്തി ദുനിയാ മാ ശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ദുനിയാവിന്റെ മനോഹരിതകളെക്കുറിച്ചും ആഖിറത്തിന്റെ സൗഭാഗ്യങ്ങളെക്കുറിച്ചും കാണിച്ചു കൊടുക്കുന്നു. ആ അടിമ ആഖിറം സ്വീകരിച്ചു, ദുനിയാവ് മാറ്റിവെക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഏകലൊരു ശബ്ദമാണ് സ്വഹാബികളെ അല്പം ശ്രദ്ധ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ കൊണ്ടുപോയി. പ്രവാചകന്റെ വാക്കുകൾക്കപ്പുറം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഏതോ ഒരു മനുഷ്യൻ അല്ലാഹു ദുനിയാവും ആഖിറവും കാണിച്ചു കൊടുക്കുന്നു,
അയാളെ മനുഷ്യൻ ആഗ്രഹം സ്വീകരിക്കുന്നു. അതിനെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ വേദനകൾ ഉണ്ടാകുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫബക അബൂബക്കർ വഖാല ഫദൈനാക ബിആബാഇനാ വഉമ്മഹാതിനാ, എന്റെ ഉമ്മയെ, എന്റെ ഉപ്പയെ ഞാൻ ഇതാ ഫിദിയ നൽകാം. അള്ളാഹുവിന്റെ റസൂലിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറവും കാണിച്ചു കൊടുത്തത്. അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള ആ നന്മയും ആ സൗഭാഗ്യങ്ങളും ദുനിയാവിന്റെ ഭംഗിയും കാണിച്ചു കൊടുത്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിലേക്ക് ഇനി ദിവസങ്ങളില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ മുഖം മാറുന്നത് അറിയാൻ കഴിയുന്ന സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ഒരു കൂട്ടുകാരൻ, ആ ദുനിയാവിൽ എന്റെ കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ്. ആഖിറത്തിലും എനിക്കൊരു സുഹൃത്തുണ്ട്, കൂട്ടുകാരനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ എന്നോടൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീലായി, എന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. ആ പ്രസംഗത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈകാരികമായ ഒരു സംസാരം ഉണ്ടായി. നമ്മളെപ്പോഴും ആലോചിക്കണം, റസൂലുള്ളാഹി പള്ളി മെമ്പറിന് സ്വഹാബികളോട് പറയും, ഞാൻ നിങ്ങളിൽ എത്ര നേതാവായി, ഖുറൈശി കുടുംബമായി, ആ നിങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്റെ സംസാരങ്ങളിൽ നിന്ന്, എന്റെ പെരുമാറ്റങ്ങളിൽ നിന്ന് ഒരു വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ, ഖുറൈശി കുടുംബത്തിന്റെ അഭിമാനം ഞാനിതാ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിമാനത്തെ നിങ്ങൾക്ക് വ്രണപ്പെടുത്താം, നിങ്ങൾക്ക് എന്നെ വേദനിപ്പിക്കാം. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും സാമ്പത്തികമായി ഇടപാടുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ, ആ ബാധ്യതകൾ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടണമെന്ന് റസൂലുള്ളാഹി പറയുന്നു. പ്രവാചകനേക്കാളും ലോകത്ത് ഇത്രയും നീതിയോടുകൂടി വർത്തിച്ചൊരു മനുഷ്യനുണ്ടാകും. സംസാരങ്ങളിൽ, പെരുമാറ്റങ്ങളിലൊക്കെ നമ്മൾ മരണത്തിന് ശേഷമാണ് ആളുകൾ മയ്യത്തിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ പിന്നിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പറയും, ഈ മയ്യത്തിനോട് എന്തെങ്കിലും സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കണം. മരിച്ചതിന് ശേഷം പറയാനുള്ള ഒരു കാര്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊന്ന് പറഞ്ഞൂടെ? പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേദന എന്റെ നാവിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ, ഖുറൈശി കുടുംബത്തിന്റെ അഭിമാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അതിന് പ്രതികാരം ചെയ്തു കൊള്ളുക, നിങ്ങൾ അതിന് പ്രതിക്രിയ ചെയ്തു കൊള്ളുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ലോകത്തൊരു ഒരു മനുഷ്യന് ഇങ്ങനെ പറയാൻ കഴിയുമോ? ലോകത്തൊരാൾക്കിത് ആലോചിക്കാൻ കഴിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വാചകമാണ്, നിങ്ങളുമായിട്ട് എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടെങ്കിൽ, സാമ്പത്തിക ഇടപാടുകളിൽ മാന്യതകൾ പുലർത്താൻ കഴിയാത്ത മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായ പണമിടപാടുകളുടെ പേരിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്ന, കടം വാങ്ങിയതിന്റെയും കൊടുത്തതിന്റെയും പേരിൽ ബന്ധങ്ങൾ ഇല്ലാതാക്കപ്പെടുന്ന, സാമ്പത്തികമായ കൃത്രിമത്വങ്ങളും സാമ്പത്തികമായ ഒരുപാട് അനീതികളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി പറയും, ഖുറൈശി ഞാൻ നിങ്ങളുമായി സാമ്പത്തികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ അത് സ്വീകരിക്കണം. അപ്പൊ പിന്നെന്ന് ഒരു സ്വഹാബി പറഞ്ഞു, റസൂലെ 2 ദീനാറുകൾ എനിക്കങ്ങ് നൽകാനുണ്ട്, 2 ദീനാറുകൾ. ആ സ്വഹാബിക്കത് കൊടുത്തുവിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സാത്വികനായി, ലോകത്തൊരു തിന്മയുടെ വഴിയിലൂടെ പോലും കടന്നു പോകാത്ത, ഒരാലോചനകൾ പോലും കടന്നു വരാത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മളെന്നുള്ള ഓർമ്മ നമുക്കെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. പ്രവാചകന്റെ മദീനത്തെ പള്ളിയിലെ അവസാനത്തെ ജമാഅത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് 4 ദിവസങ്ങൾക്ക് മുമ്പാണ്. മരണത്തിന് 4 ദിവസങ്ങൾക്ക് മുമ്പാണ്. മഗ്രിബ് നമസ്കാരത്തിന് പ്രവാചകൻ നേതൃത്വം കൊടുക്കുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശാ നമസ്കാരത്തിന് റസൂലുള്ളാഹിക്ക് എത്താൻ കഴിഞ്ഞില്ല. പനി കൂടി ബോധരഹിതനായി വീട്ടിൽ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെയാണ്. ബോധം തെളിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, അവർ നമസ്കരിച്ചോ? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഇല്ല, വഹും യന്തളിറുനക, അവരങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്, അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കാത്തിരിക്കുന്നത്. വീണ്ടും പ്രവാചകന്റെ ബോധം പോകും. ബോധം തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജനങ്ങൾ നിസ്കരിച്ചോ? ഇല്ല, അവരങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കും. 3ാമത്തെ തവണയും അതേ സംഭവം ആവർത്തിക്കപ്പെടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെടാൻ വേണ്ടി പറയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, അല്ലാഹുവിന്റെ റസൂലെ, ഉപ്പാക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ലോല ഹൃദയനാണ്.
അദ്ദേഹത്തിന്റെ ആ ശബ്ദം പോലും പുറത്തേക്ക് വരുമോ എന്നെനിക്ക് ഉറപ്പില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ കൽപ്പിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് പിന്നീട് മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. തനിക്ക് ശേഷം ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം ആരുടെ കൈകളിലാകണമെന്നതിന്റെ സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് പിന്നീട് നേതൃത്വം നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നമസ്കാരങ്ങൾക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ഒരു കല്യാണം ഉണ്ടായാൽ, നമ്മുടെ വീട്ടിലൊരു സൽക്കാരം ഉണ്ടായാൽ, ഒരു സമ്മേളനമുണ്ട്, യോഗമുണ്ടായാൽ നമസ്കാരങ്ങളാണ് നമ്മൾ ആദ്യം മാറ്റിവെക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ലോഹർ ജമാഅത്തും ലോഹർ നമസ്കാരങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? പ്രവാചകൻ അവസാനത്തെ നമസ്കാരങ്ങൾക്ക് പള്ളിയിലേക്ക് കടന്നു വരുന്നത് ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളത്തെ കൈകളിട്ട് മദീനത്തെ പള്ളിയിലൂടെ തന്റെ കാൽവിരലുകൾ വലിച്ചിഴച്ചുകൊണ്ട് ആ പള്ളിയിൽ നമസ്കരിക്കാൻ കടന്നു വരുന്ന പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെന്ന് പറയാൻ ഒരു തലവേദനയുടെ, ഒരു പല്ലുവേദനയുടെ, ഒരു പനിയുടെ പേര് പറഞ്ഞ്, വീട്ടിലാഘോഷങ്ങളുടെ പേര് പറഞ്ഞ് നമസ്കാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് ഞങ്ങൾ ആ പ്രവാചകൻ അനുയായികളാണ്, ആ പ്രവാചകന്റെ പാരമ്പര്യമുള്ളവരാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനകളോട് കാണിച്ച താല്പര്യമായിരുന്നു. സമുദായത്തോട് അവസാനമായും പ്രവാചകൻ സംസാരിച്ചത് നമസ്കാരത്തെക്കുറിച്ചായിരുന്നു. പ്രവാചകന്റെ അവസാനത്തെ വസീയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് കാണാൻ കഴിയുന്നതും നമസ്കാരത്തിന്റെ ഗൗരവത്തെ നിങ്ങൾ ഒരിക്കലും കുറച്ചു കാണരുതെന്നായിരുന്നു. എന്നാൽ ആ നമസ്കാരങ്ങളോട് നാം സ്വീകരിക്കുന്ന സമീപനം എന്താണ്? സുബഹി ജമാഅത്തുകളുടെ നമസ്കാരങ്ങളെല്ലാം നമ്മുടെ ഹൃദയങ്ങളോടാണ് നമ്മൾ ചോദിക്കേണ്ടത്, നമ്മുടെ മനസ്സുകളോടാണ്. ആരെയും ബോധ്യപ്പെടുത്താനല്ല, എന്റെ ഹൃദയത്തോട്. പള്ളിയിൽ നിന്ന് വാങ്ങി കേൾക്കുമ്പോൾ ചില വീടുകൾ കത്തിച്ചു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരുടെ വീടാണ് മദീനയിൽ കത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ പള്ളികളിലേക്ക് കടന്നു വരാത്ത മനുഷ്യരുടെ വീടുകൾ കത്തിച്ചു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് കേൾക്കാതിരിക്കാൻ ഒന്നുകൂടി പുതപ്പിനടിയിലേക്ക് തലവലിച്ചിടുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് പ്രവാചകന്റെ പാരമ്പര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളുമാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് പറയാനുള്ള അവകാശവും അർഹതയും ഉള്ളത്? മരണത്തിന്റെ ദിവസം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വിശ്വാസികൾക്ക് വല്ലാത്തൊരു പാഠമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ കരളിന്റെ കഷ്ണമാണ്. റസൂലുള്ളാഹി ഫാത്തിമ റളിയല്ലാഹു അൻഹ നടക്കുന്നത് പോലെ പ്രവാചകൻ നടക്കുന്നത്, ഫാത്തിമ ചിരിക്കുന്നത് പോലെ, റസൂലുള്ളാഹി ചിരിക്കുന്നത് പോലെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അടുത്തേക്ക് വിളിച്ചു, കാതിൽ സ്വകാര്യം പറയും. ആദ്യം കരയുന്നു, പിന്നെ ചിരിക്കുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പിന്നീട് ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ഉപ്പ എന്താണെന്ന് പറഞ്ഞത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, പ്രവാചകൻ ഞാനിതാ ഈ ലോകത്തുനിന്ന് യാത്രയാകാൻ പോകുന്നു എന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അപ്പോഴാണ് എന്റെ ചുണ്ടുകൾ വിതുമ്പിയത്, എന്റെ കണ്ണുകൾ നിറഞ്ഞത്. എന്നാൽ നീ എന്തിനാണ് ചിരിച്ചത്? എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് ചേരുന്നത് നീയാണെന്ന് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്നീട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും വസിയത്തുകൾ നൽകി, എല്ലാവരോടും നന്നായി പെരുമാറി പ്രവാചകൻ ഈ ലോകത്തുനിന്ന് യാത്രയാകുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഭാഗ്യം എത്രയാണ്! പിന്നീട് ഒരിക്കൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷം സ്വഹാബികൾ വന്നിട്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു നിമിഷത്തെ കുറിച്ച് പറഞ്ഞു തരാൻ കഴിയുമോ? ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മറുപടി, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തുനിന്ന് യാത്രയായ ദിവസമാണ് എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാനാവാത്ത ദിവസം. ആ ദിവസത്തിന്റെ പ്രത്യേകത, എന്റെ വീട്ടിലാണ് പ്രവാചകൻ. എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എന്റെ റൂമിലാണ്, ഒന്നുകൂടി പറഞ്ഞാൽ എന്റെ വിരിപ്പിലാണ്. എന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് അല്ലാഹുവിന്റെ റസൂൽ കിടക്കും. എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ആ റൂമിലേക്ക് കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മുഖത്തേക്കും എന്റെ മുഖത്തേക്കും നോക്കി. ആ ദിവസത്തിന്റെ പ്രത്യേകത, അദ്ദേഹം പല്ല് തേക്കുന്നുവെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഒരാറാക്കിന്റെ കഷ്ണം ഉണ്ടായിരുന്നു അദ്ദേഹം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ സഹോദരന്റെ കയ്യിൽ. അത് വാങ്ങിയൊന്ന് പല്ല് തേക്കണം എന്നാണ് റസൂലുള്ളാഹി ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ ആഗ്രഹം ആയിഷ ബിബിക്ക് മനസ്സിലായി. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ആ അറാക്കിന്റെ കഷ്ണം വാങ്ങി തന്റെ വായിലിട്ട് ചവച്ചരച്ച് മിനുസപ്പരവുമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് തേപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയും, ആ ദിവസത്തിന്റെ പ്രത്യേകത, വഅന്ന അല്ലാഹ ജമഅ ബൈന ദിഖി വലിഖിഹി ഇൻദ മൗതിഹി. ആ മരണത്തിന്റെ സന്ദർഭത്തിൽ എന്റെയും പ്രവാചകന്റെയും ഉമിനീർ അല്ലാഹു ഒരുമിച്ച് ചേർത്ത ആ മനോഹരമായ നിമിഷത്തെക്കാളും സന്തോഷകരമായ നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മരണാസന്നനായി കിടക്കുന്ന ഭർത്താവിനെ നെഞ്ചിന്റെ ചൂടേറ്റ് ചാരിക്കിടത്തി ആ ഭർത്താവിന്റെ പല്ല് തേൽപ്പിച്ചു കൊടുക്കുന്ന സ്നേഹനിധിയായ ഒരു ഭാര്യ.
വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദമ്പതികൾ, അബ്രവാളികളിൽ മിന്നിമറയുന്ന നായികാനായകന്മാരുടെ ജീവിതത്തെയും പുസ്തകങ്ങളിലും നോവലുകളിലും കഥകളിലും വായിക്കുന്ന കാണുന്ന താരചക്രവർത്തിമാരുടെ ജീവിതത്തെയും അത് സ്വീകരിക്കണമെന്നും അതുപോലെയാകണമെന്നും ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മുന്നിലാണ് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രവാചകന്റെ ജീവിതത്തെ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, ആ ദിവസത്തെക്കാളും മനോഹരമായ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്റെയും പ്രവാചകന്റെയും മുഅ്മിനീൻ അല്ലാഹു ഒരുമിച്ച് ചേർത്ത മനോഹരമായ നിമിഷമാണ്. റസൂലുള്ളാഹി അനുഭവിച്ച വേദന എത്രയാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവിക്കും. നബിയെ വല്ലാതെ വേദനിക്കുന്നുണ്ടോ? റസൂലുള്ളാഹിന്റെ മറുപടി, നിങ്ങൾ രണ്ടാളുകളുടെ വേദന ഞാൻ അനുഭവിക്കുന്നു. രണ്ടാളുകളുടെ വേദന ഞാൻ അനുഭവിക്കുന്നു. അന്ന് ഖൈബറിന്റെ ഖൈബറിൽ ആ ജൂതപ്പെണ്ണ് തന്ന വിഷത്തിന്റെ വേദന എന്റെ നാടി നരമ്പുകളെ അതിനെ മുഴുവൻ വേദനിപ്പിക്കുന്നുവെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്രയും വേദന അനുഭവിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര റസൂലുള്ളാഹിക്ക് പോലും മരണവേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുക? എങ്ങനെയാണ് ആ മരണത്തിന്റെ മലക്കുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് അതിനെ നേരിടുക? അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത്. സ്വഹാബികളുടെ അവസ്ഥ എന്തായിരുന്നു? സ്വഹാബികൾക്ക് അത് സഹിക്കാൻ കഴിയുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ വഫാത്തായ വാർത്ത ആളുകൾക്കിടയിൽ സംസാരമായി. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വാളുമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നു. പ്രവാചകന്റെ റൂമിലേക്ക് കയറി തിരിച്ചു വന്ന് ഊരിപ്പിടിച്ച വാളുമായി അദ്ദേഹം നിൽക്കും. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞവന്റെ കഴുത്ത് ഞാൻ എടുക്കും. ഉമർ റളിയല്ലാഹുവിന്റെ അവസ്ഥ എന്താ? പ്രവാചകൻ ഉമർ റളിയല്ലാഹു 2 തവണയാണ് അങ്ങനെ വാളൂരിയത്. ഒന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തെടുക്കാനാണ്, പ്രവാചകനെ കൊല്ലാനാണ് ഉമർ റളിയല്ലാഹു അൻഹു വാൾ കൊടുത്തു പോയത്. രണ്ടാമതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞവന്റെ കഴുത്തെടുക്കും. സ്വഹാബികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഷ്യവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടും സ്വഹാബികൾക്ക് അറിയാമായിരുന്നു. അതേ നിൽക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന റസൂലുള്ളാഹിന്റെ റൂമിലേക്ക് കയറി, ആയിഷ ബീവിയുടെ റൂമിലേക്ക് കയറി. പ്രവാചകൻ വഫാത്തായി എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലായി. പ്രവാചകന്റെ മുഖത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചുംബിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ മുഖത്ത് അദ്ദേഹം തടവി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ടൊരു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് അല്പം മാറി ഒരു പാറക്കല്ലിന്റെ മുകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി നിന്നു. അൻതും സ്വലാത്തും ചൊല്ലി. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫമൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വഫാത്തായിരിക്കുന്നു. മുഹമ്മദ് നബിയെ ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. എന്നാൽ ഫമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. ഉമാ മുഹമ്മദ് എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഓതി കൊടുക്കുകയാണ്. ഉമാ മുഹമ്മദൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ ഒരു പ്രവാചകൻ, അദ്ദേഹം ഉമാ മുഹമ്മദൻ ഇല്ലാ റസൂൽ, ഒരു പ്രവാചകനില്ലാതെ ആരാണ്? അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ കടന്നു വന്നിട്ടില്ലേ? പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബിയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ തീർന്നു. കാരണം റസൂലുള്ളാഹി വഫാത്തായി. എന്ത് ഇസ്ലാം? അള്ളാഹനെ ആരാധിച്ചതെങ്കിൽ അള്ളാഹ് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരാണ്. റളിയല്ലാഹുവിന്റെ വാർത്ത വാക്കെന്താ അറിയാം? അള്ളാഹു ഈ ആയത്തുകൾ ഇപ്പൊ അവതരിച്ചതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ഇപ്പൊ അവതരിച്ചതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. സ്വഹാബികൾക്കുണ്ടായ അവസ്ഥയോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ, യൗമ ദഖല അൽ മദീനത ഫമാ റഅയ്തു യൗമൻ ഖത്ത് കാന അഹ്സന വലാ അളവ മിൻ യൗമി ദഖല അലൈനാ ഫീ. പ്രവാചകൻ ഞങ്ങളിലേക്ക് മദീനയിലേക്ക് കടന്നു വന്ന ദിവസത്തെക്കാളും മദീന പ്രകാശിച്ച ഒരു ദിവസം ഉണ്ടായിട്ടേയില്ല. മദീന ഏറ്റവും അധികം പ്രകാശിച്ച, മദീനയുടെ സന്തോഷം നിറഞ്ഞ ദിവസം എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ഹിജറ വന്ന ദിവസമാണ്. മദീന ഇരുണ്ടുപോയ, മദീന എന്ന നാട് കരഞ്ഞുപോയ ദിവസം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിൽ നിന്ന് യാത്ര പറഞ്ഞ ദിവസമാണ് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ മദീനയും മക്കയും ഒക്കെ മരവിച്ചു പോയ
റബീഉൽ അവ്വൽ 12-നാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ എന്താണ്, ആചാരങ്ങൾ എന്താണ്, സന്തോഷങ്ങളും റാലികളും പ്രകടനങ്ങളും ആർഭാടങ്ങളും എല്ലാ തോന്നിയവാസങ്ങളുടെയും കൂത്തരങ്ങുകളായി പ്രവാചകന്റെ വഫാത്തിന്റെ ദിവസം മാറുന്ന സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് മനുഷ്യരെ നമുക്കതിന് കഴിയുക? ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചൊരു ദിവസത്തിൽ ആഘോഷങ്ങൾ നടത്താൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? ഞാൻ ആമുഖമായി പറഞ്ഞു, റസൂലുള്ളാഹി ജനിച്ചു എന്നതിന് 28ഓളം അഭിപ്രായങ്ങളുണ്ട്. റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി ജനിച്ച ദിവസം എന്നതിന് ഏകീകരിച്ചൊരു അഭിപ്രായമേ ഇല്ല. അതിലൊരു അഭിപ്രായമാണ് റബീഉൽ അവ്വൽ 12. എന്നാൽ റസൂലുള്ളാഹി വഫാത്തായി എന്നതിന് അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. ആ ദിവസത്തിൽ റബീഉൽ അവ്വലിൽ അഭിപ്രായ വ്യത്യാസമില്ല. റസൂലുള്ളാഹി വഫാത്തായി ദിവസമാണ് അത് എന്നതിന് എങ്ങനെയാണ് ആ ദിവസത്തെ ആഘോഷിക്കാൻ കഴിയുക, ആ ദിവസത്തെ കൊണ്ടാടാൻ കഴിയുക? അത്തരം സമ്പ്രദായങ്ങളിൽ നിന്ന് മറ്റ് മതസ്ഥരുടെ ആചാരങ്ങൾ എത്രയാണ് ആളുകളുടെ ആചാരങ്ങൾ കടമെടുക്കുന്നത്? ഉണ്ണി മുഹമ്മദുമാരെ സൃഷ്ടിക്കപ്പെടുന്നു. പ്രവാചകൻ ആണ് എന്ന രൂപം കെട്ടി ആളുകളെ, കുട്ടികളെ ആഘോഷപരിതയാക്കി റാലികളിലും പ്രകടനങ്ങളിലും അണിനിരത്തുന്നു. ഇത് റസൂലുള്ളാഹിയോടുള്ള സ്നേഹമാണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തെ സ്നേഹിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ കഴിയുന്ന വിശ്വാസികളായി നാം മാറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വലാകിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് രണ്ടാമതായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്ക് അത് ഉൾക്കൊള്ളാനായിരുന്നില്ല പ്രവാചകന്റെ വഫാത്ത്. നമുക്ക് എങ്ങനെയാണ് ആ ദിവസത്തെ ആഘോഷിക്കാൻ കഴിയുക, ആ ദിവസത്തിൽ സന്തോഷിക്കാൻ കഴിയുക? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുഅദ്ദിനായിരുന്നു ബിലാൽ. മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളായിരുന്നു. റസൂലുള്ളാഹി വഫാത്തായ ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ പിന്നീട് മരണത്തിന് ശേഷം പള്ളിയിൽ വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയായി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു, താങ്കൾ പ്രവാചകന്റെ മുഅദ്ദിനാണ്, പള്ളിയിൽ ബാങ്ക് കൊടുക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ, എനിക്കതിന് കഴിയില്ല. പ്രവാചകനില്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ തന്നെ പോകാൻ അനുവദിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയായ ഖലീഫയുടെ കൽപ്പനയാണ്, പള്ളിയിൽ ബാങ്ക് കൊടുക്കണം. ബിലാൽ റളിയല്ലാഹുവിന്റെ ചോദ്യം, ഖലീഫ, 2 കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ഞാനൊരു ദിവസത്തെക്കുറിച്ച് ഓർക്കുന്നു. അന്ന് ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കിങ്കരന്മാർ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ എന്നെ മലർത്തിക്കിടത്തി എന്റെ നെഞ്ചത്ത് വലിയ പാറക്കല്ല് വെച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോ എന്റെ തൊലികളങ്ങ് വേർപ്പെട്ടു പോയി. ചുട്ടുപൊള്ളുന്ന മണത്തരികൾ എന്റെ മാംസത്തോട് കുത്തിക്കയറുന്ന വേദനകൾ സഹിച്ച ദിവസം. ആ ദിവസത്തിൽ പ്രവാചകൻ എന്റെ സമീപത്തു കൂടി നടന്നുപോയി. പക്ഷെ അദ്ദേഹത്തിന് കരയാനല്ലാതെ ഒന്നും കഴിഞ്ഞില്ല. താങ്കളാണെന്ന് ഖുറൈശികൾ ചോദിച്ച, ഉമയ്യത്ത് ബിൻ ഖലഫ് ചോദിച്ച ലോകത്തില്ലാത്ത വില അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ മോചിപ്പിച്ചത് അത് അള്ളാഹുവിന് വേണ്ടിയാണോ നിങ്ങൾക്ക് വേണ്ടിയാണോ? നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ബിലാൽ ഇന്ന് നന്ദിയിൽ ഒരടിമയാണ്. താങ്കൾ പറയുന്നതനുസരിച്ച് ഞാൻ ഇവിടെ നിൽക്കാം. അള്ളാഹുവിന് വേണ്ടിയാണോ എങ്കിൽ എന്നെ എന്റെ വഴിക്ക് വിടണം. പ്രവാചകനില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി ഇല്ലാത്ത മദീനയിൽ ജീവിക്കാൻ പോലും കഴിയാത്ത സ്വഹാബത്ത് ഇങ്ങനെ ഒരു ആഘോഷം നടത്തിയെന്ന് വിശ്വസിക്കാൻ വിവരമുള്ളവർക്ക് കഴിയുമോ? അദ്ദേഹം ഷാമിലേക്ക് പോയി. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ ഭരണം ഏറ്റെടുത്തു. ഒരിക്കൽ അദ്ദേഹം ഷാമിൽ ചെല്ലുന്നു. ബിലാൽ റളിയല്ലാഹുവിനെ കാണുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ ഓർമ്മകളുടെ ഓളം ഇങ്ങനെ തള്ളി വന്നു. ബിലാൽ, എത്ര കാലമായി കണ്ടിട്ട്, എത്ര കാലമായി നീ മദീനയിൽ വന്നിട്ട്? നീ ഒന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് കൊടുത്തതുപോലെ ഈ പള്ളിയിലൊന്ന് ബാങ്ക് കൊടുക്കും. എനിക്ക് കേൾക്കാൻ ഒരു ആഗ്രഹമാണ്, ഒരു പൂതിയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി സമ്മതിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അങ്ങനെ ബാങ്ക് കൊടുക്കാൻ ആരംഭിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഷാമിന്റെ പള്ളി മിനാരങ്ങളിലൂടെ ബിലാൽ ഇബ്നു റബാഹിന്റെ ശബ്ദം ഇങ്ങനെ അലയടിച്ചപ്പോ ഷാം എന്ന് പറയുന്ന ഷാമിന്റെ നഗരപ്രദേശങ്ങൾ ഒന്ന് മരവിച്ചു പോയൊരു നിമിഷമായിരുന്നു അത്. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. അവർ ഒന്ന് സ്തബ്ധരായി. പ്രവാചകന്റെ മദീന തിരിച്ചു വന്നു. ഞങ്ങൾ മദീനയിലാണ്. മദീനത്തെ പള്ളിയുടെ മിഹ്റാബിലൂടെ കേട്ട
റസൂലുള്ളാഹിന്റെ കാലത്ത് കേട്ട ബാങ്കിന്റെ ശബ്ദം ഇതാ ഞങ്ങളുടെ കാതുകളിൽ അലയടിക്കുന്നു. മദീന തിരിച്ചു വന്നു, പ്രവാചകൻ തിരിച്ചു വന്നു. സ്വഹാബത്തിന് വലിയ അത്ഭുതമായി. അവരെല്ലാവരും ആ പള്ളിയിലേക്ക് കൂട്ടം കൂട്ടമായി ചെന്നു. ബിലാൽ റളിയല്ലാഹുവിന് ബാങ്ക് കൊടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് റൂമിൽ ഇരിക്കുന്ന ഉമർ റളിയല്ലാഹുവിനെ സഹിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം അങ്ങനെ പെരുമ്പറ മുഴങ്ങാൻ തുടങ്ങി. അതിങ്ങനെ ബാങ്ക് തുടർന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറയേണ്ട താമസം ഉമർ റളിയല്ലാഹു ഓടി വന്ന് ബിലാൽ റളിയല്ലാഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മതി ബിലാൽ, ഇനി താങ്കൾ അടുത്ത വാക്ക് പറയരുത്, അടുത്ത വാക്ക് താങ്കൾ പറയരുത്. അടുത്ത വാക്ക് റസൂലുള്ളാഹിന്റെ പേരെങ്ങാനും താങ്കൾ പറഞ്ഞു പോയാൽ അള്ളാഹുവിന്റെ റസൂൽ ഇതാ തിരിച്ചു വന്ന് നിൽക്കുന്നുവെന്ന് ഞാനങ്ങ് വിശ്വസിച്ചു പോകും എന്ന് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ബോധവും ബിലാൽ റളിയല്ലാഹുവിന് ഉണ്ടായിരുന്നില്ല. ബോധരഹിതനായി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിന് ഉമർ റളിയല്ലാഹുവിന്റെ കൈകളിലേക്ക് വീണു. എത്ര കൊല്ലം കഴിഞ്ഞു റസൂലുള്ളാഹിന്റെ പേര് പറയാൻ പോലും മനസ്സ് വരാത്ത സ്വഹാബത്ത്, അതുപോലും പറയാൻ കഴിയാത്ത സ്വഹാബത്ത്. ആ സ്വഹാബികൾ ഇത്തരം ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്തി എന്ന് പറഞ്ഞ് ഈ സമുദായത്തിന്റെ മുന്നിൽ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ ജീവിതത്തെ അനുധാവനം ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ റോൾ മോഡലായി സ്വീകരിക്കലാണ്. അത്തരത്തിൽ ആ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, സിറാത്തുൽ മുസ്തഖീമായ മാർഗത്തിലൂടെ ഞങ്ങളെ നീ വഴി നടത്തണം റഹ്മാനെ. നീ അനുഗ്രഹിച്ചവരുടെയും നീ സ്നേഹിച്ചവരുടെയും മാർഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നീ കോപിച്ചവരുടെയും ശപിച്ചവരുടെയും മാർഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഇന്നലെയും നിന്നുമൊക്കെ ഓപ്പറേഷനുകൾക്ക് വിധേയരാകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളും സഹപ്രവർത്തകന്മാരുമുണ്ട്. ഞാൻ ആരുടെയും പേര് പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. നാഥാ, നീ അവർക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളിലേക്ക് ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീക്ക് നീ അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രിയിൽ തന്നെ പല ചികിത്സകൾക്കും വിധേയരായ സഹോദരങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നാഥാ നീ ശിഫിയാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും എല്ലാം എന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നീ സ്നേഹിച്ചവരുടെയും നീ ഇഷ്ടപ്പെട്ടവരുടെയും ഒക്കെ മാർഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നീ കോപിച്ചവരുടെയും ശപിച്ചവരുടെയും മാർഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.